ന്യൂസ് ടെൻസ് ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ്. ഒരിടവേളയ്ക്ക് ശേഷം, അതായത് 4 ആഴ്ചകൾക്ക് ശേഷം കൗൺസിൽ യോഗം വീണ്ടും ചേരുകയാണ്. ഇന്നാണ് കൗൺസിൽ യോഗം ചേരുന്നത്. 4 ആഴ്ചകൾക്ക് മുമ്പ് യോഗം ചേരുമ്പോൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പശ്ചാത്തലമല്ല ഇപ്പോൾ ഉള്ളത് എന്നതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ കൗൺസിൽ യോഗം പ്രധാനപ്പെട്ടതായി മാറുന്നത്. പ്രത്യേകിച്ച് നിരവധിയായ ആരോപണങ്ങൾ ആണ് ഇപ്പോൾ ഭരണപക്ഷം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൗൺസിലർ ആയിട്ടുള്ള സുഗതൻ, ആ സുഗതന്റെ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട സാഹചര്യമുണ്ട്. സുഗതനോടൊപ്പം 20 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരുന്നു റദ്ദാക്കപ്പെട്ടത്. അതിൽ 19 പേർ പുനഃ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന സുഗതന് സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. ഇതിനിടെയായിരുന്നു ഭരണസ്തംഭനം ആരോപിച്ചുകൊണ്ട് ഇടത് കൗൺസിൽ അംഗങ്ങളും ഒപ്പം BJP കൗൺസിൽ അംഗങ്ങളും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇടത് കൗൺസിൽ അംഗങ്ങൾ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുകയും മേയർ VV രാജേഷിനെ സഭയിലേക്ക് പ്രവേശിക്കാൻ കൗൺസിൽ അംഗങ്ങൾ തടയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് മേയർ VV രാജേഷിനെ തടഞ്ഞു. പക്ഷേ BJP അംഗങ്ങൾ ബലം പ്രയോഗിച്ചുകൊണ്ട് കൗൺസിൽ ഓഫീസിലേക്ക് എത്തിയ സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത്. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആയിരുന്നു അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഇപ്പോഴിതാ LDFന്റെ പിന്തുണയില്ല എങ്കിലും അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് UDFന്റെ നീക്കം. പ്രമേയം അവതരിപ്പിക്കാൻ ആവശ്യമുള്ളത് 34 അംഗങ്ങളുടെ പിന്തുണയാണ്. പിന്തുണ തേടി LDFനെ ഇനി സമീപിക്കില്ല എന്നും അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുമാണ് UDF കൗൺസിലർമാർ വ്യക്തമാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, സാങ്കേതികമായ പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ ഇതൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ 101 അംഗങ്ങൾ ഉള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ, അവിടെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് 34 പേരുടെ പിന്തുണ വേണം. 20 അംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസ് അപ്പോൾ എങ്ങനെയാണ് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്? നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഏതാണ്ട് 40 ദിവസത്തിന് അപ്പുറം തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗം ഇന്ന് ചേരാൻ പോകുന്നത്. ഉച്ചകഴിഞ്ഞ് 2:30-ക്കായിരിക്കും കോർപ്പറേഷൻ്റെ കോൺഫറൻസ് ഹാളിൽ ഈ കൗൺസിൽ യോഗം നടക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തുടരുന്നതിനിടയിലാണ് സുഗതൻ വിവാദത്തിൽ തുടങ്ങിയ നാടകീയ നീക്കങ്ങൾ ഒടുവിൽ നഗരസഭാ ഭരണത്തെ തന്നെ മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളിലേക്കൊക്കെ വഴിമാറിയത്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ UDF ഈ നോട്ടീസ് നൽകുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് കേവലം 20 അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള UDF അവിശ്വാസ പ്രമേയ നോട്ടീസുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. അതായത് ഈ നോട്ടീസ് 3 അംഗങ്ങളുടെ പിന്തുണയില്ലാത്തതിനാൽ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അസാധുവാകുമെന്ന് UDFന് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ അവർ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. കാരണം അങ്ങനെ ഒരു പിന്നോട്ട് പോയാൽ അത് രാഷ്ട്രീയമായി തെറ്റായ ഒരു സന്ദേശം നൽകും. അതുകൊണ്ട് എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ടില്ല. ഈ വിഷയത്തിൽ അവിശ്വാസ പ്രമേയം പരിഗണിച്ചില്ലെങ്കിലും അവിശ്വാസ പ്രമേയത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ചയ്ക്കെങ്കിലും അവസരമൊരുങ്ങുമല്ലോ എന്ന നിലപാടാണ് ഒടുവിൽ കോൺഗ്രസ് നേതാക്കൾക്കും UDFന്റെ കൗൺസിലർമാർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് LDFന്റെ പിന്തുണ ഇനി ചോദിക്കില്ല, ആ പിന്തുണ വേണ്ട, അത് രാഷ്ട്രീയമായി തെറ്റായ ഒരു സന്ദേശം നൽകും. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇനി കടക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. UDF അവിശ്വാസ പ്രമേയമായി മുമ്പോട്ട് തന്നെ പോകും. ഇന്നതിന് നോട്ടീസ് നൽകും. ശേഷിക്കുന്ന കാര്യങ്ങൾ പിന്നീട് എന്നൊരു നിലപാടിലേക്ക് UDF ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതേസമയം LDF ആകട്ടെ ഒരു വിഭാഗം ആദ്യം ഈ അവിശ്വാസ പ്രമേയത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്നൊരു ധാരണയിലേക്ക് എത്തിയതാണ്. പക്ഷേ അത് തെറ്റായ ഒരു സന്ദേശം നൽകും. അത് BJP രാഷ്ട്രീയമായി LDFനെതിരെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കും. ഇന്ത്യ സഖ്യം രൂപപ്പെടുകയാണ് BJPക്കെതിരെ എന്ന തരത്തിൽ വലിയ പ്രചാരണങ്ങൾക്ക് തുടക്കമിടും. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് UDF ഇപ്പോൾ നൽകുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തെറ്റായ ഒരു സന്ദേശം, രാഷ്ട്രീയ സന്ദേശം നൽകും. അതിന് വില കൊടുക്കേണ്ടി വരും, കനത്ത വില കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് CPM സംസ്ഥാന നേതൃത്വം എത്തുകയായിരുന്നു. CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആ നിലപാട് മുൻനിർത്തിയാണ് CPM ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ LDFന്റെ മറ്റ് ഘടകകക്ഷി നേതാക്കളുമെല്ലാം ഇങ്ങനെയൊരു ചർച്ചയിലേക്കും തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നത്. അതായത് LDF ഒരു കാരണവശാലും പിന്തുണയില്ല. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു ടാലിയാണ്. അതായത് BJPക്ക് 50 അംഗങ്ങൾ ആണുള്ളത്. അതിലാണ് സുഗതൻ
ഇപ്പോൾ പുനഃസത്യപ്രതിജ്ഞ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്തരം നടപടിക്രമങ്ങളുടെ ഭാഗമാകുന്നില്ല. അതുകൊണ്ട് 49 ഈ BJPയുടെ അംഗബലം ആ നിലയിൽ കുറയുന്നു. LDFന് 29, UDFന് 20, സ്വതന്ത്രൻ 2. ഇവിടെ ഇതാ ഡാൻ, ഈ സ്വതന്ത്രൻ ഉൾപ്പെടെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ അല്ലെങ്കിൽ UDF മാത്രം പിന്തുണച്ചാൽ 20 പേരെ ആകുന്നുള്ളൂ. അപ്പോഴും 14 പേരുടെ കുറവാണുള്ളത്. ഇവിടെ അതിൻ്റെ ഒരു രാഷ്ട്രീയമാണല്ലോ പ്രധാനപ്പെട്ടത്. അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവുമെന്ന് നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ വ്യത്യസ്തമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം, കോർപ്പറേഷന്റെ ഭരണത്തിൽ നിന്ന് BJPയെ താഴെ ഇറക്കാൻ ഒരുമിച്ച് നിന്നാൽ അത് മറ്റു പല തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണല്ലോ ഇരുവരും ഉന്നയിക്കുന്ന, അതായത് കോൺഗ്രസ് പറയുന്നു ഇടതുപക്ഷം BJPയെ സഹായിക്കുന്നുവെന്ന്, ഇടതുപക്ഷം പറയുന്നു കോൺഗ്രസിൻ്റെ പൊള്ളയായ അവിശ്വാസ പ്രമേയമാണിത്, ഇത് യഥാർത്ഥത്തിൽ BJPയുടെ B ടീം പോലെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന്. ഇതിനിടയിലാണ് ഈ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് എന്ന് പറയുകയും ചെയ്യുന്നത് കോൺഗ്രസ്. അവരവരുടെ ഭാഗം ന്യായീകരിക്കുക എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ന്യായീകരണം മാത്രമാണ്. അതുമാത്രമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ UDFും അതോടൊപ്പം LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 4 പതിറ്റാണ്ടായി LDF ഭരിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ നിന്ന് LDFന് തിരിച്ചു കിടക്കേണ്ടതുണ്ട്. അതിന് കൈവരുന്ന ഒരു അവസരമാകുമോ ഇത് എന്ന തരത്തിലാണ് ആ ചർച്ചകൾ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയതും ഒടുവിൽ അസാധാരണമായ ഒരു പിന്തുണയ്ക്ക് വഴിയൊരുങ്ങുന്ന തരത്തിലേക്ക് വരെ ചർച്ചകളൊക്കെ വഴിമാറുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ചർച്ചകൾ അതിന് സംസ്ഥാന തലത്തിൽ മറ്റ് മാനങ്ങൾ കൈവരും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നാൽ. അതുകൊണ്ടാണ് അപകടം മണത്ത് അവസാന നിമിഷം ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് LDF നേതൃത്വം എത്തിയത്. അവിടെയാണ് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് നിർണായകമായി മാറിയത്. അതുകൊണ്ട് മാത്രമാണ് LDF കൗൺസിലർമാരിൽ ഒരു വിഭാഗത്തിന് UDFിൻ്റെ ഈ നീക്കത്തെ പിന്തുണയ്ക്കണമെന്ന താല്പര്യമുണ്ടായിരുന്നിട്ടും പ്രാഥമികമായ അത്തരം ചില ചർച്ചകളൊക്കെ അനൗദ്യോഗികമായി നടന്നിട്ടും അവസാന നിമിഷം ആ 14 പേരുടെ പിന്തുണ കൂടി നൽകി അവിശ്വാസ പ്രമേയത്തിന് അത് നിയമസാധുത കൈവരിക്കുന്ന തരത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് അവസാനം LDF നേതൃത്വം എത്തിയത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. എന്തായാലും നിലവിൽ ഇത് അസാധുവാകുമെന്ന കാര്യം ഉറപ്പാണ്. ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് അസാധുവായി പോകും. പക്ഷേ ആ അവിശ്വാസ പ്രമേയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമെങ്കിലും അങ്ങനെ ഒരു നോട്ടീസ് നൽകുന്നതിലൂടെ ഒരുങ്ങുമല്ലോ എന്ന നിലപാട് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ നോട്ടീസുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് UDF എത്തിയിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഇന്ന് UDFിൻ്റെ പ്രതിഷേധ റാലി മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് നഗരസഭാ കവാടത്തിലേക്ക് 10:30 ശേഷം നടക്കും. പ്രധാനപ്പെട്ട നേതാക്കൾ, UDF നേതാക്കളൊക്കെ ആ പ്രതിഷേധ റാലിയുടെ ഭാഗമാകും. തിരുവനന്തപുരം നഗരസഭയിൽ 6 മാസമായി ഭരണസ്തംഭനമാണ് ഉള്ളത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് UDF കടക്കുന്നത്. അതേസമയം നഗരസഭയുടെ കവാടത്തിൽ LDFിന്റെ റിലേ സമരം, അതായത് റിലേ സമരം ഈ സൂചിപ്പിക്കുന്ന പോലെ അവിശ്വാസ പ്രമേയത്തിൽ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും UDFും ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇവിടെ ഇതാ പ്രതിപക്ഷ നിരയിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭരണസ്തംഭനം എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇടതുമുന്നണി പ്രത്യക്ഷ സമരം തന്നെ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. അപ്പോൾ അത്തരം പ്രതിഷേധങ്ങൾ തുടരും എന്നതിനോടൊപ്പം തന്നെ ആർ സുഗതൻ സഭയിലേക്ക് എത്താത്തത് ഇനി വരും ദിവസങ്ങളിലടക്കം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും അവ വോട്ടിനിടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ ഭരണം തുടരുമ്പോൾ പോലും അത് കോർപ്പറേഷന്റെ ഭരണത്തിൽ BJPക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയല്ലേ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉൾപ്പെടെ? അതായത് കൗൺസിലിൻ്റെ ഔദ്യോഗിക രജിസ്റ്ററിൽ സുഗതൻ്റെ പേരിന് നേരെ ആബ്സെൻ്റ് എന്നിട്ടിരിക്കുന്നത് കഴിഞ്ഞ അവസാന കൗൺസിൽ യോഗത്തിലാണ്. അതായത് കഴിഞ്ഞ 4 ആഴ്ചകൾക്ക് മുമ്പ് നടന്ന മെയ് 12 നടന്ന കൗൺസിൽ യോഗത്തിലാണ് സുഗതൻ്റെ പേരിന് നേരെ ആബ്സെൻ്റ് എന്നിട്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് രണ്ടാമത്തെ ഈ 4 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് കൗൺസിൽ യോഗം നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായി വിയൂർ ജയിലിൽ കഴിയുന്ന സുഗതന് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പം 2ാം ദിനവും സുഗതൻ ആബ്സെൻ്റ് ആകും. ഇതിന് പുറമെ ഒരു കൗൺസിൽ യോഗം കൂടി വിളിച്ചു ചേർക്കേണ്ടി വരികയും ആ കൗൺസിൽ യോഗത്തിൽ സുഗതന് പങ്കെടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി സുഗതൻ അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അതല്ല, 2 തരത്തിലാണ് ഈ അയോഗ്യതയിലേക്ക് വഴി തുറക്കുന്നത്. ഒന്ന്, 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അയോഗ്യനാകും.
അതല്ല എങ്കിൽ സുഗതന് 20 ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 20 അംഗങ്ങളായിരുന്നു പുനഃസത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അതിൽ 19 പേരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം നടന്നു. പക്ഷേ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇതുവരെ നടന്നിട്ടില്ല. ആ പുനഃസത്യപ്രതിജ്ഞയ്ക്ക് അടിയന്തരമായി അവസരമൊരുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് BJP നേതൃത്വവും സുഗതന്റെ അഭിഭാഷകനും കാപ്പ ഉപദേശക സമിതിയെ സമീപിച്ചത്. അവിടെ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകാതിരിക്കുകയും 4 ആഴ്ച പിന്നിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി സുഗതൻ അയോഗ്യരാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും അവർ വളരെ പ്രതീക്ഷയിലാണ്. കോടതിയുടെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനം, ഒരു ദിവസത്തേക്കെങ്കിലും ജാമ്യം അനുവദിക്കണം. സുഗതന് നഗരസഭയിലെത്തി ഈ പുനഃസത്യപ്രതിജ്ഞ ചെയ്യാനായി ഒരു ദിവസത്തെ സാവകാശമെങ്കിലും നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇളവ് തേടിയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അവിടെ നിന്ന് അനുകൂലമായൊരു തീരുമാനമുണ്ടാകും. അദ്ദേഹം ജനാധിപത്യ പ്രക്രിയയിൽ ജയിച്ച് കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനത്തിനെതിരായ ഒരു നിലപാട് കോടതിയിൽ നിന്ന് ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് BJP കേന്ദ്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന ഈ കൊടുങ്കാറ്റ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവിടെ അവസാനിക്കും. അതല്ല എങ്കിൽ രാഷ്ട്രീയമായി അതൊരു വലിയ വെല്ലുവിളിയായിരിക്കും BJPക്ക് മുമ്പിൽ ഉയർത്തുക. യെസ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണ പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അവിശ്വാസ പ്രമേയവുമായി UDF രംഗത്ത് വന്നാൽ പോലും അതിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ലഭിച്ചാൽ പോലും ആ അവിശ്വാസ പ്രമേയം പാസ്സാകുന്ന തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പോകുന്നില്ല. പക്ഷേ തുടർന്നുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഉൾപ്പെടെ അത് വോട്ടെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ മെജോറിറ്റി നേടാൻ ഭരണമുന്നണിക്ക് സാധിക്കുമോ എന്നത് നിർണായകമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ BJPയെയും കോർപ്പറേഷന്റെ ഭരണത്തിൽ ഇരിക്കുന്ന മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം.